ഹായ്, ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കോട്ട ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് കാണാൻ പോവാം. ഇത് നമുക്കൊരു ഡെയിലി വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. നല്ല കളർ ഷീറ്റ്സ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് പോയേക്കുക. അതായത് ഈ ഒരു ബ്ലോക്ക് പ്രിന്റഡ് ആണ്, ഇത് എംബ്രോയിഡറി അല്ല, ഇത് ജസ്റ്റ് പ്രിന്റഡ് ആണ് ഇതിൽ ഓൾ ഓവർ ചെയ്തേക്കുക. ആൻഡ് നല്ല എന്താ പറയുക, ഐ ക്യാച്ചിങ് ആയിട്ടുള്ള കളർ ഷീറ്റ്സ് ആണ് പോയേക്കുക. നല്ലൊരു യെല്ലോയുടെ ബേസ് ഉണ്ട്, വയലറ്റ് വരുന്നുണ്ട്, പീച്ച് റെഡ് ഉണ്ട്, ആൻഡ് ഒരു നല്ലൊരു പിസ്ത കളർ വരുന്നുണ്ട്. 4 ഷെയ്ഡ്സ്. സോ ഇതുണ്ട്, ഈ സെറ്റ്സ് ഇങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ട്, അത് നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേ സ്റ്റൈലാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഓഫ് നെക്ക് പാറ്റേൺ ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. വേറെ ഒത്തിരി വലുതായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒന്നും ഇതിലില്ല. ദുപ്പട്ട വന്നിരിക്കുന്നതും സെയിം കോട്ട ഫാബ്രിക്കിൽ തന്നെ ബ്ലോക്ക് പ്രിന്റഡ് ആണ്. അതിൻ്റെ അകത്ത് പിന്നെ സൈഡ്സിൽ ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബോർഡർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടാണ് ഒരു ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേൺ നമ്മൾ ചെയ്തേക്കുക. ടോപ്പിൽ ഒരു ഫ്ലവർ സ്റ്റൈലിലും, ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക് തന്നെ. സോ ഈ സെറ്റ്സിനെല്ലാം നല്ല ലെങ്ത് ഉണ്ട്. അതായത് നമ്മുടെ ഓൺ ഡിസൈൻസിനേക്കാളും കൂടുതൽ ലെങ്ത് എനിക്ക് തോന്നുന്നു ഇതിന് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറേ മടക്കിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്ത് ഉണ്ട്, നല്ല വിഡ്ത്ത് ഉണ്ട്. ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് പ്രിന്റ്സ് കാണാതിരിക്കുന്നുണ്ട്. ഫ്ലവർ സ്റ്റൈലിലുള്ള ആ ഒരു പ്രിന്റഡ് പാറ്റേൺ ഓൾ ഓവർ പോയിട്ടുണ്ട്. നമുക്കിങ്ങനെ പെട്ടെന്ന് അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലുള്ളൂ ഇതൊരു പ്രിന്റാണ്, അല്ലെങ്കിൽ ഇതൊരു എംബ്രോയിഡറി ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ദുപ്പട്ട കോട്ട ഫാബ്രിക് ആണ്, ടോപ്പ് ദുപ്പട്ട കോട്ട, ദുപ്പട്ടയിലും പ്രിന്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ബോർഡർ പാറ്റേൺ, പിന്നെ ഒരു ഇതുണ്ട്, ഇതുപോലത്തെ ഒരു വർക്ക്. സെൻട്രൽ ഒരു പാനൽ പോലെ പോയിരിക്കുന്നു. സൈഡ്സിൽ വരുമ്പം, അടുത്ത സൈഡിൽ വരുമ്പം ടോപ്പിൽ കൊടുത്തേക്കുന്നത് പാറ്റേൺ. അങ്ങനെ പല സ്റ്റൈൽ ഓഫ് വർക്ക്സ് ആണ്, പ്രിന്റഡ് പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ പോയേക്കുക. സെയിം കളറിൽ കോട്ടൺ ബോട്ടം. 1195 പ്രൈസ്. ഇത് നല്ല എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണ് ഈ മാംഗോ യെല്ലോ കളർ ഷെയ്ഡ്. മാംഗോ യെല്ലോ ഷെയ്ഡാണ്. യെല്ലോയിൽ ഒരുപാട് വേരിയൻസ് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അതിൽ ഏറ്റവും ഫാസ്റ്റ് സെല്ലിംഗ് ആണ് ഈ ഒരു, അതായത് ഇത് ഭയങ്കര ഇങ്ങനെ ഇടിവെട്ടല്ല, എന്നാൽ എല്ലാവർക്കും, അതായത് ഫെയർ ആണെങ്കിലും അല്ലാത്തതാണേലും എല്ലാവർക്കും ഷെയ്ഡ് ഈ മാംഗോ യെല്ലോ ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഈ ടോൺ എന്ന് പറഞ്ഞാൽ. നല്ല കളറായിട്ട് നിൽക്കുന്ന നല്ലൊരു ഷെയ്ഡ് പാറ്റേൺ. ബാക്കി ഡീറ്റെയിലിംഗ് എല്ലാം സെയിം തന്നെ, റേറ്റും സെയിം. ആൻഡ് ബോട്ടം എല്ലാത്തിലും കോട്ടൺ ഫാബ്രിക്. ഒത്തിരി പേര് സാൻഡൂണിന് പകരം കോട്ടൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കളക്ഷൻസ് എടുത്താൽ എല്ലാത്തിലും യൂഷ്വലി ഇതിൽ സാൻഡൂണൊക്കെ ആയിരുന്നു കൂടുതലും വരുന്നത്. ഇപ്പോൾ ഈ സെറ്റ്സിൽ ഫുള്ളും കോട്ടൺ ആണ് വന്നേക്കുക. ഇതും ഒരു ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഇത് എല്ലാവർക്കും എപ്പോഴും നമ്മൾ ഏത് ഡ്രസ്സ് എടുക്കാൻ പോയാലും ലാസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ കണ്ണിപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. എല്ലാവരുടെയും കയ്യിൽ അധികം ബ്ലാക്ക് ഒക്കെ പോലെ തന്നെ കൂടുതലുള്ള ഒരു ഷെയ്ഡായിരിക്കും ഇത്. നല്ലൊരു പീച്ച് റെഡ് കളർ. ഈ ഒരു ഈ റെഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്നില്ല, അതിൽ നിന്നും ഒരു കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ലുക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നപ്പം ഈ ഒരു പീച്ച് റെഡിന് വന്നിട്ട്. സോ ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റഡ് പാറ്റേൺ പോയിട്ടുണ്ട്. വിത്ത് ചെറിയ ഗോൾഡൻ ബോർഡർ സൈഡ്സിൽ പോയിട്ടുണ്ട്. ടോപ്പ് ദുപ്പട്ട ഒരേ ഫാബ്രിക് ആണ്, വിത്ത് കോട്ടൺ ബോട്ടം ആണ്. ഡെയിലി വെയർ സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്യാം. 1195 ആണ് പ്രൈസ് റേഞ്ച്. 1195. താങ്ക് യു.